അടങ്ങിയിരിക്കണേ. ഞാൻ എഴുന്നേക്കാൻ പറയുന്നത് വരെ എഴുന്നേക്കാൻ പാടില്ല. പ്ലീസ് സിഹി, എനിക്ക് ഒരുപാട് ജോലിയുണ്ട്, എനിക്കതൊക്കെ തീർക്കാനുണ്ട്. സീതമ്മ, ഇന്ന് ജോലി ഉണ്ടെങ്കിലും എന്തായാലും നിന്നെ ഞാൻ ഇവിടുന്ന് വിടില്ല. നിന്റെ കാലെടുത്ത് ഈ വെള്ളത്തിലേക്ക് വെക്ക്. സിഹി. സീതമ്മ, ഇത് ഇങ്ങോട്ട് വെക്ക്. ശരി ശരി, ഞാൻ വെച്ചോളാം. വെക്ക്. എന്താ ഇതൊക്കെ? സീതമ്മ, ഇതൊക്കെ ചെയ്താ എന്തെങ്കിലും പ്രശ്നമാവെന്ന് വിചാരിച്ച് പേടിയാണോ? ഞാൻ യൂട്യൂബിൽ എല്ലാം നോക്കിയിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് തോന്നി ഞാൻ പ്രിയനോട് ചോദിച്ചോളാം. നിക്ക്, നിന്റെ കാല് തന്നെ. സീതമ്മ, ഒരു മിനിറ്റ്, ഇപ്പൊ വരാമേ. ഇനി ഇപ്പൊ എന്താ? ഒരു മിനിറ്റ് സീതമ്മ. സിഹി, എന്താ ഇത്? കടലമാവിന്റെ പേസ്റ്റാ. ലതാന്റീനോട് പറഞ്ഞു ഉണ്ടാക്കിക്കൊണ്ട് വന്നതാ. നിന്റെ കയ്യിൽ ഫോൺ ഏൽപ്പിച്ചില്ലേ, അതാ ഞാൻ ചെയ്ത തെറ്റ്. പ്ലീസ് മോളെ, ഞാൻ ഇതുവരെ ഇതൊന്നും ഉപയോഗിച്ചിട്ടില്ല. പ്ലീസ്, വേണ്ട എനിക്കിത്. സീതമ്മ, നീ എന്തിനാ വേണ്ടാന്ന് പറയുന്നേ? നിനക്ക് ഇതൊന്നും അറിയാഞ്ഞിട്ടാ. കല്യാണം കഴിക്കണമെങ്കിൽ ഇതൊക്കെ ചെയ്യണമെന്നാ. നീ എന്തിനാ വേണ്ടാന്ന് പറയുന്നേ? പ്രിയ ഇതെല്ലാം ചെയ്തിരുന്നു, അറിയോ? നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. ആദ്യം നിന്റെ പ്രിയാന്റിക്ക് ഒരു ക്ലാസ് എടുത്തു കൊടുക്കണം. ശരി, എന്താന്ന് വെച്ചാ കാണിക്കേ. എനിക്കിന്ന് വേറെ ഓപ്ഷൻ ഒന്നും ഇല്ലല്ലോ. ഗുഡ് ഗേൾ. സോ ക്യൂട്ട് സീതമ്മ. ഒരു മിനിറ്റ്, ഇപ്പൊ വരാമേ. ഇനി എന്താ? സീതമ്മ, ഒരു മിനിറ്റ് നിക്ക്, ഇപ്പൊ വരാം. സിഹി, ഇതെന്താ? നിവർന്ന് കിടക്ക്. സിഹി, സീതമ്മ, നിവർന്ന് കിടക്കാൻ പറഞ്ഞില്ലേ? വൗ, സോ ക്യൂട്ട് സീതമ്മ. റാം, സീതമ്മ, 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 അങ്ങനെ ഇരി, അങ്ങനെ ഇരി, അങ്ങനെ ഇരി സീതമ്മ. അനങ്ങല്ലേ, അങ്ങനെ ഇരി. നിന്റെ ഫ്രണ്ട് വന്നത് കണ്ടില്ലേ? നീ അനങ്ങിക്കൊണ്ടിരുന്നാലേ കക്കരി കഷ്ണം ചക്കരം പോലെ താഴെ വീഴും. ഫ്രണ്ട്, നീ വാ. വെറുതെ എന്റെ കയ്യിൽ വഴക്ക് വെക്കാൻ നിക്കണ്ട. വാ ഫ്രണ്ട്. വാട്ട്സ് ഹാപ്പനിങ് ഗൈസ്? ഫ്രണ്ട്, കല്യാണ പെണ്ണാകുമ്പോ ഇതൊക്കെ ചെയ്യേണ്ടി വരും. ഓഹോ, ഈസ് ഇറ്റ്? വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. സീതമ്മ, നീ അടങ്ങിയിരിക്ക, അടങ്ങിയിരിക്ക, അടങ്ങിയിരിക്ക സീതമ്മ. അറ്റ്ലീസ്റ്റ് നിന്റെ ഫ്രണ്ടിനെ ഞാനൊന്ന് കാണട്ടെ മോളെ. കണ്ടു കഴിഞ്ഞില്ലേ? സന്തോഷായോ? ഫ്രണ്ട്, ഞാൻ പറയുന്നത് സീതമ്മ കേൾക്കുന്നേ ഇല്ല. അതുകൊണ്ടാ ഞാനിങ്ങനെ വഴക്ക് പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നേ. ആണോ? അതും കറക്റ്റാ സീമോളെ. ഞാൻ എപ്പോഴൊക്കെ സീതമ്മയുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ അവൾ അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് ഓടിക്കൊണ്ടേയിരിക്കും എന്തേലും ജോലിയുടെ കാര്യം പറഞ്ഞു. ആ ആളിങ്ങനെ സമാധാനത്തോടെ റിലാക്സ് ആയിട്ടിരിക്കുന്ന കാണുമ്പോ എന്ത് രസമല്ലേ? റാം, ഇപ്പൊ നീയും അവളും ഒക്കെ ഒരു ടീമായോ? പ്ലീസ് മോളെ, മതി, എനിക്കിതൊന്നും വേണ്ട. സീതമ്മ, ഫ്രണ്ട്, നീ എന്താ അവിടെ ചെയ്യുന്നത്? ഇങ്ങ് വാ ഫ്രണ്ട്. ഓക്കെ 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 ദേ ഇവിടെ പിടിച്ചേ. ഓക്കെ, ഇനി എന്താ? കണ്ണില് വെക്ക്. ഓക്കെ ഫ്രണ്ട്, ഒരു മിനിറ്റ്, ഞാനിപ്പോ വരാമേ. സീതമ്മയുടെ കൈ പിടിച്ചോ, വിടല്ലേ കേട്ടോ. ഓക്കെ ബോസ്. ഓക്കെ. യാ. റാം, നീയും എന്താ ഇത് സിഹിയെ പോലെ കളിക്കുന്നത്? എനിക്കിതൊന്നും വേണ്ട. നോ 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 നോ. സിഹിമയുടെ ഒരു ഓർഡർ ഇട്ട് കഴിഞ്ഞാൽ ആ ഓർഡർ തെറ്റിക്കാനേ കഴിയില്ല. മിണ്ടാതെ അവിടെ ഇരുന്നോ. സിഹി, നിന്റെ ഫ്രണ്ടിന് അറ്റ്ലീസ്റ്റ് ഒരു കോഫി ഉണ്ടാക്കി കൊടുക്കണ്ടേ? ഫ്രണ്ട്, എനിക്ക് കോഫി വേണോ? വേണ്ട മോളെ, കോഫി ഒന്നും ഞാൻ കുടിക്കാറില്ല. കണ്ടില്ലേ സീതമ്മ, ഫ്രണ്ടിന് കോഫി വേണ്ട എന്ന്. നിങ്ങൾ രണ്ടുപേരും ഇപ്പൊ ഒരു ടീമിലാണല്ലോ, അപ്പൊ ഭയങ്കര സപ്പോർട്ടായിരിക്കും, അതെനിക്കറിയാം.
റാം, നീ എന്തോ ഇമ്പോർട്ടന്റ് കാര്യം പറയാൻ വന്നതാണെന്ന് തോന്നുന്നല്ലോ. ഇവൾ എപ്പോഴും ഇങ്ങനെ തന്നെയാ. നീ കാര്യം എന്താന്ന് വെച്ചാ പറയും. നത്തിങ് സീരിയസ് ചെയ്താ. വേണമെങ്കിൽ നീ ആ കക്കരി എടുത്ത് മാറ്റിയിട്ട് നേരെ എന്റെ മുഖത്തേക്ക് നോക്കി സംസാരിച്ചോ കേട്ടോ. സിഹി ഒന്നും കാണാൻ പോകുന്നില്ല. ഞാൻ എല്ലാം ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. അത് ആക്ച്വലി ക്ലൈന്റ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. പോകാൻ വേണ്ടി ഞാൻ ഇറങ്ങിയതാ. അപ്പോഴാണ് മേമ എന്റെ അടുത്തേക്ക് വന്നിട്ട് കല്യാണക്കാര്യത്തെ പറ്റി ഒരു ഇൻഫർമേഷൻ തന്നത്. അത് ഇവിടെ വന്ന് നിന്നോടൊന്ന് അപ്ഡേറ്റ് ചെയ്യണമെന്ന് എനിക്ക് തോന്നി. ഫോൺ ചെയ്ത് പറഞ്ഞാൽ മതി എന്നൊക്കെ ഞാൻ കരുതിയതാ. പിന്നെ എന്തിനാ ഫോണൊക്കെ വിളിച്ച് ബുദ്ധിമുട്ടിക്കുന്ന, ഡയറക്റ്റ് ആയിട്ട് വന്ന് മീറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. അതായി ഓടിപ്പോന്നെ. നീ വന്നത് എന്തായാലും നന്നായി. താങ്ക്സ് സോ മച്ച് ബേബി. എന്നെ നെയിൽ പോളിഷ് ഇട്ട് കൊടുക്കാൻ സഹായിക്കോ? ഓഫ് കോഴ്സ്, വൈ നോട്ട്, കൊണ്ടുവാ. എവിടെയാ, കയ്യിലോ കാലിലോ? അയ്യോ മണ്ടൻ ഫ്രണ്ട്, എനിക്കല്ല. ഇവിടെ കല്യാണ പെണ്ണ് ആരാ? എന്ത്? എനിക്ക് നെയിൽ പോളിഷോ? പ്ലീസ്, എനിക്കിതൊന്നും ശീലമില്ല. റാം, നീ എങ്കിലും ഒന്ന് പറ. സീതമ്മ, നീ നിന്റെ കല്യാണത്തിന് നെയിൽ പോളിഷ് ഇട്ടേ പറ്റൂ. ഫ്രണ്ട്, സീതമ്മ നെയിൽ പോളിഷ് ഇടാറേ ഇല്ല, അറിയോ? പ്രിയന്റെ കല്യാണത്തിനുള്ളതൊക്കെ ഞാൻ നോക്കി പഠിച്ചിട്ട് ഇപ്പൊ ഞാൻ സീതമ്മക്ക് ചെയ്തു കൊടുക്കുന്നതല്ലേ. അതെ അതെ ഫ്രണ്ട്. സീമോളെ, ഇന്നിപ്പോ എന്ത് സംഭവിച്ചാലും ഞാൻ നിന്റെ ടീമിൽ തന്നെയാടാ. എങ്ങോട്ടും വിടാൻ പോകുന്നില്ല. ഓക്കെ ഓക്കെ. എവിടെ സീതമ്മയുടെ കാലെവിടെ? റാം, വെറുതെ പിള്ളേരെ പോലെ വാശി കാണിക്കല്ലേ. ഒരു മിനിറ്റ്. ഓക്കെ ബേബി. റാം, സിഹി, നീ എന്തിനാ അവനെ കൊണ്ട് ഈ ജോലിയൊക്കെ ചെയ്യിക്കുന്നത്? സീതമ്മ, ഞാൻ കൊച്ചുകുട്ടിയല്ലേ. ഞാനത് നഖത്തിലിട്ട കാല് മുഴുവനാകും. അതുകൊണ്ടല്ലേ ഞാൻ ഫ്രണ്ടിനോട് ഹെൽപ്പ് ചോദിക്കുന്നത്. അതെ സീതമ്മ. റാം, അവൾ ഓരോന്ന് പറയുന്നതിന് നീയും കൂടെ താളം പിടിച്ച് തുള്ളിയാൽ എങ്ങനെയാ? നീ ഒന്നും ഉണ്ടായിരുന്നേ. നീ നോക്കിക്കോ, ഈ നഖത്തിൽ ഞാൻ ഇന്ന് കുത്തമിനാർ പണി. ഇതുവരെ ആരും ഇങ്ങനെ ഇട്ട് കാണില്ല, ഇനിയോട്ട് ഇടാനും പോകുന്നില്ല. റാം, സൂപ്പർ. അതോട്ടാ. എങ്ങനെയുണ്ട്? നീ നെയിൽ പോളിഷ് അടിപൊളിയായിട്ട് ഇട്ടിട്ടുണ്ടല്ലോ. താങ്ക് യു. ഇപ്പൊ നമ്മൾ ഒരു കളറല്ലേ ഇട്ടത്, അടുത്ത കളർ നോക്കിയാലോ? എന്താ നിന്റെ പ്രശ്നം? ഇതിലിങ്ങനെ കളർ അടിച്ചുകൊണ്ടിരുന്നാ മതിയോ നിനക്ക്? ഞാനെന്താ വല്ല കളിമണ്ണിന്റെ പ്രതിമയാണോ? നീ ഒന്നും പറയണ്ട. ഇത് കാണാൻ എന്ത് ഭംഗിയാണെന്നറിയോ? ഇന്ന് എന്റെ നെയിലാർട്ട് കണ്ട് എല്ലാവരും കഴിക്കണം. നിനക്ക് എന്താ പ്രശ്നം? ഇങ്ങനെ ഇരുന്ന് തരുന്നോണ്ട് ഞാൻ കോമാളിയാണെന്ന് കരുതിയോ? സമ്മതിക്കില്ല. രണ്ടാളോടും കട്ടി. സ്വാമി നാരായണ, അന്ന് എന്റെ അഞ്ചു വന്ന് കണ്ടാ ചെറുക്കൻ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നത്. കാത്തിരിക്കാം. എടാ രതീഷ്, നീ ഇതെന്താടാ ഇവിടെ? രതീഷോ? ഏത് രതീഷ്? ഏയ്, നമ്മുടെ നരസിംഹത്തിന്റെയും പാർവതിയുടെയും മൂത്ത മകനല്ലേടാ നീ. എനിക്ക് നിന്നെ ഓർമ്മ കാണില്ലെന്ന് കരുതിയോ? മറക്കൂന്ന് കരുതിയോ നീ? ഏത് പാർവതി? ഏത് നരസിംഹന്റെ കാര്യമാ? എടാ പൊട്ട, അമ്പലത്തിന്റെ അടുത്ത ലക്ഷ്മിയുടെ രണ്ടാമത്തെ മോള് പാർവതി, ലക്ഷ്മി അമ്മ, എന്റെ അച്ഛന്റെ നേരെ അനിയത്തി, എന്റെ അമ്മായി. എന്റെ അമ്മായിയുടെ രണ്ടാമത്തെ മകള് പാർവതിയുടെ മൂത്ത മോൻ രതീഷ് അല്ലേടാ നീ? നോക്ക്, നിങ്ങൾക്ക് ആള് മാറിയതാണ്. ഞാൻ അവനല്ല. അയ്യോ,
അപ്പൊ നീ രതീഷ് അല്ലേടാ മോനെ? അപ്പൊ പിന്നെ നീ ആരാ? ഞാന് രജനികാന്ത്. ഓ, രജനീകാന്ത് അല്ലേ? സോറി മോനെ, നിന്നെ കണ്ടപ്പോ എന്റെ രതീഷ് മോനെ ഓർമ്മ വന്നു, അതുകൊണ്ട് അങ്ങനെ വിളിച്ച. സോറി. ചേച്ചി, നിങ്ങളെ രതീഷിനെ ആലോചിച്ചോണ്ടിരിക്കുക. ഞാൻ ചെല്ലട്ടെ. ആ ആ. അയ്യടാ, രജനീകാന്ത് അല്ലേ? രജനീകാന്ത് മോ തുറന്ന കള്ളം മാത്രം പറയുന്നേ. ഇവൻ എന്റെ അഞ്ജുവിനെ വേണോത്രേ. എന്റെ ബ്യൂട്ടിഫുൾ, ഓരോ വിരലും ഓരോ കളറായില്ലേ? എനിക്കിതൊക്കെ കാണുമ്പോ ശരിക്കും ചിരിയാ വരുന്നത്. നിന്നെ മാത്രല്ല, നിന്റെ ഫ്രണ്ടിനെയും പറയണം. ഒരു കുഴപ്പമില്ല. എന്ത് ഭംഗിയുണ്ടല്ലോ സീമോളെ, ഒന്ന് നോക്കി എന്ത് ഡിഫറെന്റ് ആയിട്ടുണ്ട്. പല കളറിൽ അടിച്ച് വിട്ടിട്ട് എന്ത് പൊളിയല്ലേ. ഓഹോ, എന്താ ഇവിടെ പരിപാടി? ഇത് എന്ത് കോലാ സീത ഇതൊക്കെ? കണ്ടോ അമ്മേ, രണ്ടുപേരും കൂടെ ചേർന്ന് കാട്ടിക്കൂട്ടുന്നത് കണ്ടോ? അറ്റ്ലീസ്റ്റ് നിങ്ങളെങ്കിലും ഒന്ന് പറയും, ഇത് കൊള്ളാവോ ഇല്ലേ ഒന്ന്. നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്റെ ദൃഷ്ടി തന്നെ പതിയല്ലോ. മുത്തശ്ശി, അത് കല്യാണത്തിന് മുമ്പ് എന്തൊക്കെയാ ചടങ്ങുകളുണ്ട് അത്രേ. അത് എപ്പോ നടത്തണം, ഏത് സമയത്ത് നടത്തണം എന്നൊക്കെ മേമ നിങ്ങളോട് ഡീറ്റെയിൽ ആയിട്ട് പറയും. ഓഹോ, ഇക്കാര്യം പറയാനാണോ ഇത്ര ദൂരം വന്നത്? കയ്യിൽ മൊബൈൽ ഉണ്ടല്ലോ, ഒരു മെസ്സേജോ കോളോ ചെയ്താൽ തീരാവുന്ന കാര്യമല്ലേ ഉള്ളൂ. കല്യാണമൊക്കെ അടുത്തു വരുമ്പോഴേ സമയം ഇങ്ങനെ പതുക്കെ പോകത്തുള്ളൂ. കല്യാണ പെണ്ണിനെ കാണാൻ എന്തു പറഞ്ഞു വന്നാലെന്താ? നീ ഇനി നെയിൽ പോളിഷ് ഇട്ട് കൊടുക്കാൻ വന്നതാണെങ്കിലും ഞങ്ങൾ ഒന്നും പറയില്ല കേട്ടോ മോനെ. എന്താ ജോലി ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അത് കളവാണോ? നോനോ സീമോളെ, ജോലി ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇതുവഴി വന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ക്ലൈം മീറ്റിംഗ്. സീമോളെ, എന്നാ ഇറങ്ങാൻ നോക്കട്ടെ. ബൈ ഫ്രണ്ട്, ഇനി കുറച്ചു നേരം കൂടെ നിന്നൂടെ? ഐ നോ ചക്കരെ, പക്ഷെ എനിക്ക് ലേറ്റ് ആയില്ലേ. ഐ ഹാവ് ടു ഗോ. ശരി റാം, പോയിട്ട് വാ. ഷോ, മേമ പറഞ്ഞ എല്ലാ അപ്ഡേറ്റ്സും ഞാൻ അറിയിച്ചിട്ടുണ്ട്. ഇനി ഷോപ്പിംഗ് എപ്പോഴാണ്, ചടങ്ങുകളൊക്കെ എന്താണെന്നൊക്കെ അവർ തന്നെ പറഞ്ഞോളൂ. ഓക്കെ, ബൈ. ഓ, നിനക്ക് നിന്റെ ഭാവി പത്നിയെ കാണണമെങ്കിലേ എപ്പോ വേണമെങ്കിലും വരാം കേട്ടോ. ഞങ്ങളെ നിന്റെ കാല് കെട്ടിയിടുന്നൊക്കെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ചേച്ചേ, പോകാം മുത്തശ്ശ. പിന്നെ സീതയും നിന്നെ ഇവിടെ കാത്തിരിക്കുമല്ലോ, അവളെയും നിരാശപ്പെടുത്തരുതല്ലോ. നീ ഇടയ്ക്ക് ഇങ്ങോട്ട് വാ. ഷുവർ മുത്തശ്ശി, ഞാൻ ഉറപ്പായിട്ടും വരാം. പോയി മരുമോനെ. ഞാൻ ബൈ സീത, ഞാൻ പോയിട്ട് വരട്ടെ. സീത, ചെല്ലു മോളെ. ഭാവി ഭർത്താവിനെ കാറിന്റെ അടുത്ത് വരെ കൊണ്ടാക്കിട്ട് വാ. അതിനിപ്പ എന്താ, പോ സീത. ഒന്ന് പോ സീതമ്മ, മരുമോനെ കൊണ്ട് ആക്കിയിട്ട് വാ. എന്താ ഇതൊക്കെ? അവന് വൈകില്ലേ, ചെല്ലു സീത. ശരി അമ്മേ, ഒരു മിനിറ്റ് ഇപ്പൊ വരാവേ. യാ ഷുവർ. റാം, സത്യം പറ, നിനക്ക് ശരിക്കും ക്ലൈന്റ് മീറ്റിംഗ് ഉണ്ടായിരുന്നോ? സത്യം പറയണോ കള്ളം പറയണോ? കള്ളം പറയേ, കേൾക്കട്ടെ. യാ, മീറ്റിംഗ് ഉണ്ടായിരുന്നു. എനിക്ക് കള്ളം പറയുന്ന ഇഷ്ടമല്ലാന്ന് അറിഞ്ഞിട്ടും എത്ര വൃത്തിയായിട്ട് നിങ്ങൾ കള്ളം പറയുന്നേ. ഇപ്പോ ക്ലൈം മീറ്റിംഗ് ഉണ്ടോന്ന് കള്ളം പറഞ്ഞതിന് നീ എന്ത് ശിക്ഷ തരാൻ പോകുന്നത്? ഓ, കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ബ്യൂട്ടിഫുൾ സ്മൈല് കണ്ടോണ്ടിരിക്കുക എന്നുള്ളതാണോ ശിക്ഷ? പക്ഷെ ഇതൊക്കെ ഒരു ശിക്ഷ എന്ന് പറയാൻ പറ്റുമോ? നീ ഇതുപോലെ പണിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എത്ര വേണമെങ്കിലും കള്ളം പറഞ്ഞുകൊണ്ടേയിരിക്കും. റാം, കള്ളം പറയുന്നത് തെറ്റാ. അപ്പോ ഞാൻ ഇങ്ങോട്ട് വന്നത് നിനക്ക് ഇഷ്ടമായില്ല? ഇഷ്ടമല്ലെന്ന് കള്ളം പറയാൻ എനിക്കിഷ്ടമല്ല. ഓക്കെ, സിഹി നമ്മുടെ കല്യാണക്കാരത്തി ഭയങ്കര എക്സൈറ്റഡ് ആണല്ലേ? എനിക്ക് അവളുടെ സന്തോഷം കാണുമ്പോ മറ്റൊന്നും വേണ്ടെന്ന് തോന്നും. അപ്പൊ പിന്നെ എന്നെയും വേണ്ട? അങ്ങനെയല്ല, പിന്നെന്താ? തമാശക്ക് പറഞ്ഞതാ. ആ, ഒരു കാര്യം, സിഹി തമാശക്കാ നിന്നെ മരുമോനെ എന്നൊക്കെ വിളിച്ചത്. അവള് നിങ്ങളുടെ ഒരു അച്ഛനെയാ കാണുന്നത്. ഞാനും അതേ റാം, നിന്നിലൂടെ ഒരു നല്ല ഫ്രണ്ടിനെ കണ്ടു. ഈ ഫ്രണ്ട്ഷിപ്പ് എപ്പോഴും ഇതേപോലെ തന്നെ വേണം.
ലൈഫിൽ ഞാൻ ഒരിക്കലും മുൻപ് ഇതേപോലെ സന്തോഷം അനുഭവിച്ചിട്ടേ ഇല്ല. ഇതിന്റെ എല്ലാം കാരണം നീ. ഐ സ്വയർ ഇത് കേൾക്കുമ്പോൾ എന്ത് സന്തോഷമുണ്ടെന്നറിയാം. ഇനി മുതൽ നിന്റെ ലൈഫിൽ ഞാൻ എപ്പോഴും കാം ആൻഡ് കമ്പോസ്ഡ് ആയിരിക്കും സീത. ആൻഡ് ഇറ്റ്സ് എ പ്രോമിസ്. താങ്ക്സ്. ശരിയെങ്കിൽ ഞാൻ ഇറങ്ങട്ടെ എന്നാൽ. ബൈ ബൈ. 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 അല്ല അഞ്ജു, നിന്നെ ഒരു 5 മിനിറ്റ് മീറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ ദിവസം മുഴുവൻ കാത്തിരിക്കണോ? രാവിലെ എന്നും കാണുന്നിടത്ത് നീ എന്താ വരാഞ്ഞ? എന്ത് ചെയ്യാനാ രാമേട്ടാ, ഇന്നെ ക്ലിനിക്കിൽ ഡ്രോപ്പ് ചെയ്തത് വരെ ചേട്ടനാ. എന്നും ഇനി ചേട്ടൻ ഡ്രോപ്പ് ചെയ്തോളാം എന്നോട് പറഞ്ഞേ. എന്നും അവൻ വന്ന ഐ മീൻ എന്നും ഏട്ടൻ വരുമെന്ന് പറഞ്ഞോ? എന്ന് വെച്ചാൽ അഞ്ജു, ഞാൻ നിന്നെ എന്നും ഇങ്ങനെ കള്ളനെ പോലെ വന്ന് കാണണമെന്നാണോ? ഇതിപ്പോ പെട്ടെന്ന് എന്താ ഇങ്ങനെയൊക്കെ അഞ്ജു? എനിക്കും അറിയില്ല രാമേട്ടാ. നിങ്ങൾക്കൊന്ന് വന്ന് എന്റെ ചേട്ടനെ കണ്ടൂടെ? ചേട്ടനോട് നമുക്ക് എല്ലാ കാര്യങ്ങളും പറയാം. അപ്പൊ പിന്നെ ഇങ്ങനെ ഒളിച്ചു വന്ന് കാണേണ്ട ആവശ്യം ഉണ്ടാവില്ലല്ലോ. എനിക്കെന്തോ എന്റെ ഏട്ടൻ നമ്മുടെ കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടെന്നാ തോന്നുന്നേ. അതുകൊണ്ട് അവൻ എന്നോട് വല്ലാത്ത പോലെയൊക്കെ പെരുമാറുന്നേ. എന്റെ ചേട്ടന്റെ കാഴ്ചയിൽ ഒരു ചീത്തക്കുട്ടി അവൻ എനിക്ക് വയ്യ രാമേട്ടാ. എന്താ അഞ്ജു, പ്രേമിക്കുന്നത് എന്തോ തെറ്റാണെന്ന രീതിയിൽ സംസാരിക്കുന്നത് എന്താ? ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് ചേട്ടന്റെ മുമ്പിൽ തലയുയർത്താൻ പറ്റാത്തത്ര വലിയ തെറ്റാ? അങ്ങനെയല്ല രാമേട്ടാ. സത്യം പറഞ്ഞാ നമുക്ക് സമാധാനാവല്ലോ. അഞ്ജു, നിന്റെ ഒരു ചേട്ടൻ അവന്റെ കല്യാണത്തിന് റെഡിയായി നിൽക്കുക. സ്വന്തം ചേട്ടൻ അവന്റെ കുടുംബജീവിതത്തിന്റെ തുടക്കത്തിലാണ്. നീ ഇവിടെ ചേട്ടൻ ചേട്ടൻ എന്ന് പറഞ്ഞ് നിന്റെ ജീവിതം നശിപ്പിച്ചുകൊണ്ടിരിക്കുക. അഞ്ജു, അവരുടെ ജീവിതം അവര് നോക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം നമ്മൾ നോക്കണം കേട്ടോ. പക്ഷെ എന്റെ ചേട്ടന്മാര് ഒന്ന് നിർത്തുന്നുണ്ടോ നിന്റെ ചേട്ടന്മാരുടെ പുരാണം? രാമേട്ടന്റെ കോള. അഞ്ജു, കട്ടാക്ക് കട്ടാക്ക്. എന്തിന്? പിന്നല്ലാതെ, അല്ലെങ്കിൽ എനിക്കുള്ളത് ഒരു 5 മിനിറ്റാ. ആ 5 മിനിറ്റിനിടയ്ക്ക് നിന്റെ ചേട്ടന്റെ കോൾ അറ്റൻഡ് ചെയ്ത് എങ്ങനെയാ? കട്ടാക്ക്. സോറി രാമേട്ടാ, എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് എന്റെ ചേട്ടന്റെ കോൾ കട്ട് ചെയ്യാൻ പറ്റില്ല. ഹായ് അഞ്ജു, ബിസിയാണോ നീ? അല്ല ചേട്ടാ, പറഞ്ഞോളൂ. ഒന്നുമില്ല, ഞാൻ നിനക്കൊരു സർപ്രൈസ് തരാൻ വേണ്ടി ക്ലിനിക്കിലേക്ക് വന്നാ. ആ ദേ ഇവിടെ റിസപ്ഷനിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുക. വാവ്, സോ സ്വീറ്റ് ഓഫ് യു ചേട്ടാ. ഞാൻ അങ്ങോട്ട് വരാം. യാ. രാമേട്ടാ, ഫോർ ദ ഫസ്റ്റ് ടൈം ശ്രീരാമേട്ടൻ എന്റെ ക്ലിനിക്കിലേക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾ ഇനി ഒന്നും പറയണ്ട, ഇന്ന് തന്നെ നിങ്ങൾ എന്റെ ശ്രീരാമേട്ടനെ മീറ്റ് ചെയ്യണം. ഏട്ടാ. സോറി അഞ്ജു, നീ ബിസിയാണോ? പേഷ്യൻസ് ഉണ്ടാകത്ത്? ആരുമില്ല ഏട്ടാ, അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ ലേറ്റ് ആണ്. എങ്ങനെയുണ്ട് സർപ്രൈസ്? വളരെ നന്നായിട്ടുണ്ട്. നിങ്ങളിപ്പോ എനിക്കൊരു സർപ്രൈസ് തന്നില്ലേ, നിങ്ങൾക്ക് ഞാനൊരു സർപ്രൈസ് തരാം. ഓഹോ, ഓക്കെ. എന്താ അഞ്ജു, എന്തോ സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട്? ഒന്നുമില്ല ഏട്ടാ, ഇതാ എന്റെ ക്യാബിൻ. എന്റെ കല്യാണ ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. എൻഗേജ്മെന്റ് നീ മുങ്ങിയതുപോലെ കല്യാണത്തിന് അങ്ങനെ മുങ്ങിയാലുണ്ടല്ലോ. കല്യാണ വീട്ടിൽ നടക്കുന്ന എല്ലാ ചടങ്ങുകൾക്കും നീ ഉണ്ടായേ പറ്റൂ, മനസ്സിലായോ? ഒരു ഡൗട്ടും വേണ്ട, ഞാൻ ഉറപ്പായിട്ടും അവിടെ ഉണ്ടാവും. അഞ്ജു, ഇത് പക്ഷേ ഫോർമൽ ഇൻവിറ്റേഷൻ അല്ല.
ഞാൻ വീട്ടിലേക്ക് വന്ന് എല്ലാവരും ഇൻവൈറ്റ് ചെയ്യാം. ചേട്ടന്റെ കല്യാണത്തിന് വരാൻ അനിയത്തിക്ക് ഇൻവിറ്റേഷന്റെ ആവശ്യമുണ്ടോ? ഏട്ടന്റെ കല്യാണത്തിന്റെ എല്ലാ ചടങ്ങിനും ഞാൻ ഇവിടെ ഉണ്ടാവും. വെരി ഗുഡ്. അഞ്ജു, എന്റെ കല്യാണം കഴിഞ്ഞാൽ ഉടനെ നിന്റെ കല്യാണത്തിന് നീ റെഡി ആയിട്ടുണ്ട്. എന്ത് പറ്റി നിനക്ക്? ഒന്നുമില്ല ഏട്ടാ. ഈ ക്ലിനിക്കിലെ ട്രീറ്റ്മെന്റിന് ഹെൽപ്പ് ആകുമെന്ന് കരുതി ഓർഗാനിക് പ്ലാന്റ്സ് വളർത്തിയിട്ടുണ്ട്. വാ കാണിച്ചു തരാം. വാ. രാമോ രാമോ, എന്തിനാ എന്റെ വഴിയിൽ വീണ്ടും തടസ്സമായി നിൽക്കുന്നേ? നിന്നെ ആക്സിഡന്റിൽ പെടുത്തിയിട്ട് എന്താ നീ ചാവാതെ നിൽക്കുന്നത്? ഇല്ല, രാമനെ വെറുതെ വിടാൻ പാടില്ല. വെറുതെ വിടാൻ പാടില്ല. അവനൊരു പാഠം പഠിപ്പിക്കണം. അവനൊരു പാഠം പഠിപ്പിക്കണം. ബൈ. ബൈ ഏട്ടാ. അഞ്ജു, രാമേട്ടൻ നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നോ? പിന്നെ എന്തിനാ എന്റെ ചേട്ടനെ മീറ്റ് ചെയ്ത് നിങ്ങൾ ഇവിടുന്ന് മാറി നിന്നേ? അഞ്ജു, ഞാൻ മീറ്റ് ചെയ്യില്ല എന്നൊന്നും പറഞ്ഞില്ല. പക്ഷേ എനിക്ക് കുറച്ചുകൂടെ സമയം വേണം. പ്ലീസ് മനസ്സിലാക്ക അഞ്ജു. രാമേട്ട, ചേട്ടൻ ഇങ്ങോട്ട് വന്നതാ. ചേട്ടനോട് നമ്മുടെ സിറ്റുവേഷൻ പറഞ്ഞ ചേട്ടന് മനസ്സിലായേനെ. അഞ്ജു, നീ എന്റെ സിറ്റുവേഷൻ മനസ്സിലാക്കുന്നേ ഇല്ല. എപ്പോഴും നിന്റെ കാര്യം മാത്രമാണ് സംസാരിക്കുന്നേ. എനിക്കറിയാം അഞ്ജു, എനിക്ക് നന്നായിട്ട് അറിയാം. നിനക്ക് എന്നോട് ഒരു സ്നേഹവും ഇല്ല. നിന്റെ സ്നേഹമെല്ലാം വെറും കള്ളവാ, കള്ളം. രാമേട്ട, നോക്കഞ്ചു, നിനക്ക് സത്യമായിട്ട് എന്നോട് സ്നേഹം ഉണ്ടെന്നാണെങ്കിൽ ഇനി ഒരിക്കലും നിന്റെ ചേട്ടന്മാരെ മീറ്റ് ചെയ്യാൻ പറയണ്ട, കേട്ടല്ലോ? എന്തേ പറയുന്നേ രാമേട്ട? നിക്കുന്ന